കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നിട്ടോ. ഇന്ന് നമുക്കൊരു ഉഴുന്നുവട ഉണ്ടാക്കിയാലോ? ഉഴുന്നൊന്നുമില്ല, ഉഴുന്നില്ലാതെ നമുക്കൊരു ഉഴുന്നുവട ഉണ്ടാക്കി പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് അവർ പെട്ടെന്ന് കടിയാണ് ഒരു ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഉഴുന്ന് വെള്ളത്തിൽ അത് അരയ്ക്കണം, അതൊക്കെ ഭയങ്കര പാടല്ലേ. അതൊന്നും വേണ്ട, അതൊന്നും ഇല്ലാതെ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവട. വാ, നമ്മൾ പാത്രം വെച്ച് തീ കൊടുക്കാം. തീ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് സവാള ഇടാം, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൊത്തി അരിഞ്ഞതായിട്ട് സവാളയിലെല്ലാം ഇട്ടു. മല്ലിച്ചെപ്പ്, കരിയാപ്പില. ഇനി നമുക്ക് ഇടിച്ച മുളക് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, കുറച്ച് ഇട്ടാൽ മതിയേ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പിന്നെ കുറച്ച് ഉപ്പ്, ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ചോളൂല്ലോ. നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് പൊടി ഇടാം. ഞാനൊരു 250 പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി എല്ലാം ഇതാക്കണം. തീ ഓഫാക്കാം. നമുക്കിവിടെ വെച്ചിട്ട് റെഡിയാക്കാം. അടുപ്പത്തൊന്ന് വാങ്ങിയിട്ട് ശരിക്കും ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ആക്കാം കേട്ടോ. ഞാനീ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയണേ, എങ്ങനെയുണ്ടെന്നൊക്കെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയത്തുള്ളൂ എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പം എൻ്റെ കൂട്ടുകാർ പറയണേ കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. നന്നായിട്ട് മൊരിഞ്ഞ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്ന് വട റെഡി. ഇനി അടുത്ത് നമുക്കിടാം. അങ്ങനെ നമ്മുടെ റവ വട നോക്കിക്കേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കറുമുറുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ഉഴുന്ന് വെള്ളത്തിൽ ഇടുകയൊന്നും വേണ്ട. അപ്പോൾ തന്നെ പെട്ടെന്ന് റവ ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. മല്ലിച്ചപ്പും മുളകും ഇത്രയല്ലേ ഉള്ളൂ സാധനം. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.